കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായി ഇത്രയും പേർക്ക് ചേർന്ന് വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവചന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം തുടർച്ചയായി മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാനായിട്ടിടയായി തീർന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് ദൈവരാജ്യത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ളതായ വലിയ പ്രഖ്യാപനമാണ്. 9-ാം അധ്യായത്തിന്റെ 35 മുതൽ 11-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നും നമ്മളതിന്റെ ആ ഭാഗങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർത്താവ് വേലക്കാരെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് 12 ശിഷ്യന്മാരെ പ്രത്യേകമായി അപ്പോസ്തോലന്മാരായി തെരഞ്ഞെടുത്തത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു, അല്ലെ? അവര് ശിഷ്യന്മാരായിരുന്നു, എന്നാൽ അവരെ അപ്പോസ്തോലന്മാരായിട്ട് കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 10-ാം അധ്യായത്തിന്റെ 5 മുതലുള്ളതായ വാക്യങ്ങളാണ്. 42 വരെയുള്ള വളരെ ദീർഘമായൊരു വേദഭാഗമായതുകൊണ്ട് അത് മുഴുവനും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. 23 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കും. ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായ പ്രബോധനങ്ങളാണ്, അല്ലെങ്കിൽ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അതിന്റെ വിവിധ മേഖലകളെ കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കും. ഒടുവിൽ 11-ന്റെ 1 നമ്മൾ യേശു തന്റെ ശുശ്രൂഷ തുടരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് 10-5 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 10-5 മുതൽ ഈ 42 വരെയുള്ള വാക്യങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരോട്, വേറെ രീതിയിൽ പറഞ്ഞാൽ ന്യൂലി ഓർഡൈൻ അപ്പോസ്റ്റൽസിനുള്ള എക്സോർട്ടേഷൻ ആണ്, പ്രബോധനമാണ്. പുതിയതായി അപ്പോസ്തോല ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ശിഷ്യന്മാരെ ആ ദൗത്യത്തെ കുറിച്ച് പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നതാണ് ഈ വേദഭാഗത്തെ നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ യേശുവിന്റെ പല പ്രസംഗങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും. ഏതൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ള പ്രസംഗങ്ങൾ? മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ഒരു പ്രസംഗം പഠിച്ചു. ഏതാ? ഗിരിപ്രഭാഷണം, അല്ലെ? ഗിരിപ്രഭാഷണം യേശുവിന്റെ വളരെ മനോഹരമായിരിക്കുന്ന, വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു പ്രഭാഷണമാണ്. വേറെ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെ ഒലിവറ്റ് ഡിസ്കോഴ്സ്, ഒലിവ് മല പ്രഭാഷണം എന്നാണ് പറയപ്പെടുന്നത്. യേശു ജനത്തിൽ നിന്ന് മാറി തന്റെ ശിഷ്യന്മാരോട് ഏറ്റവും അവസാന നാളുകളിൽ, അല്ലെങ്കിൽ ആ അവസാനത്തെ ആഴ്ചയിൽ നടത്തിയ പ്രസംഗമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിനും മുമ്പ് അവസാന അത്താഴത്തിനും ഇടയിലുള്ളതായ പ്രസംഗമാണ്. ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന ഒരു പ്രസംഗം 14-ാമത്തെ അധ്യായം മുതൽ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഇടയിൽ തന്റെ ശിഷ്യന്മാരെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പ്രസംഗത്തെ വിളിക്കുന്ന പേരാണ് ദ മിഷൻ ഡിസ്കോഴ്സ്. ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രബോധനം, അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെ, പ്രസംഗം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ദ മിഷൻ ഡിസ്കോഴ്സ്, അതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം എന്താണ്? ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം ഈ 12 അപ്പോസ്തോലന്മാരെ അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നതായ പ്രത്യേകമായ നിർദ്ദേശങ്ങളാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതാണ് പ്രസംഗിക്കേണ്ടത്. നമ്മളത് കാണും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള പ്രസംഗമാണ് ഈ വേദഭാഗത്ത് ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്നത്. ഇത് പ്രസംഗിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ശിഷ്യന്മാര്
പോകണം. അപ്പോൾ ഇത് പ്രസംഗിക്കുമ്പോൾ ദൈവരാജ്യം വന്നോ? ഇല്ല, സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതേ കാര്യം പ്രസംഗിക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെയും പറഞ്ഞയക്കുകയാണ്. എന്താ പ്രസംഗിക്കേണ്ടത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, നമുക്ക് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ഈ പ്രസംഗത്തിൽ യേശു പറയുന്നത് ദ സ്കോപ്പ് ഓഫ് ദെയർ മിഷൻ. അവരെവിടെയാണ്, അവരുടെ ശുശ്രൂഷയുടെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്, എവിടെയാണ് പ്രസംഗിക്കേണ്ടത്, അതാണ് ആദ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 5 മുതലുള്ള വാക്യങ്ങൾ. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, എന്താണ് അവരോട് പറഞ്ഞത്? ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. എന്താണ് ഈ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ വ്യാപ്തി? അതാണ് നമ്മൾ ആദ്യം കാണാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ അവിടെ യേശു പറയുകയാണ്, നിങ്ങൾ എവിടെ പോകരുത് എന്നാണ്. എവിടെ പോകരുതെന്ന് പറഞ്ഞാൽ എവിടെ പോകണമെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? എവിടെ പോകരുതെന്ന് പറയുമ്പോൾ അതിനകത്ത് എവിടെ പോകണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറയുകയാണ്, നിങ്ങൾ എവിടെ പോകരുത്. ഒന്നാമത് പറയുകയാണ്, നോട്ട് ജെന്റൈൽസ്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. നോട്ട് ജെന്റൈൽസ്, നോട്ട് സമരിറ്റൻസ്. ശമരിയക്കാരുടെ അടുക്കലും ജാതികളുടെ അടുക്കലും പോകരുത്. പിന്നെ ആരുടെ അടുക്കലാ പോകാനുള്ളത്? യഹൂദന്മാരുടെ അടുക്കൽ, ഇസ്രായേലിന്റെ അടുക്കൽ. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ശമരിയക്കാരുടെ അടുക്കൽ പോകരുതെന്ന് പറയാൻ കാരണം? യഹൂദന്മാരും ശമര്യരും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു, അത് കറക്റ്റാണ്. പക്ഷെ അതൊരു കാരണമാകുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ദൈവരാജ്യം ആദ്യം പ്രസംഗിക്കേണ്ടത് യഹൂദന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ടാണ് സുവിശേഷ വേല, പുതിയ നിയമസഭയുടെ സുവിശേഷ വേല എങ്ങനെയായിരുന്നു? ആദ്യം യഹൂദന്മാരുടെ അടുക്കൽ. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദ്യയിലും, അതായത് യഹൂദ്യ പട്ടണം, യഹൂദ്യ രാജ്യം, പിന്നെ ശമര്യയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം, അഥവാ ജാതികളുടെ അടുക്കൽ. അതാണ് ക്രമം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ദൈവം ആദ്യം ആരെയാ തെരഞ്ഞെടുത്തത്? ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്? സകല ജാതികളിലേക്കും എത്താനുള്ള ഒരു ഉപാധിയായി, ഒരു മാർഗമായി യഹൂദരെ ഉപയോഗിക്കുകയാണ്. ജാതികളോടോ അല്ലെങ്കിൽ ശമര്യരോടോ ദൈവത്തിന് പക്ഷഭേദം ഉണ്ടായതുകൊണ്ടല്ല, നേരെ മറിച്ച് ആദ്യം യഹൂദനെ നേടുക, യഹൂദനിലൂടെ എന്ത് ചെയ്യുക? ജാതികളുടെ അടുക്കിലേക്ക് എത്തുക. നമ്മളിപ്പോ എവിടെയെങ്കിലും ചെന്നേ ചില ആളുകളോട് സുവിശേഷം പറയുമ്പോൾ ആദ്യം പറയും, നീ ആദ്യം പോയി നിന്റെ വീട്ടിൽ പ്രസംഗിക്കാൻ പറയും, ഇല്ലേ? കേൾക്കൂല്ലേ? ആൾക്കാർ പറയാറില്ലേ? ഞാൻ ഒരിക്കൽ ഒരു മദ്യപാനിയായ ഭയങ്കര പുകവലിക്കാരനായ ഒരു പിതാവ്, എന്റെ ഒരു സ്നേഹിതന്റെ പിതാവാണ്. അപ്പൊ എന്റെ അപ്പന്റെ പ്രായമുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന അമ്മയോട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ എന്നോട്, നിന്റെ അപ്പൻ സിഗരറ്റ് വലിക്കില്ല എന്ന് ചോദിച്ചു. എന്തായാലും അദ്ദേഹം ചോദിച്ച സമയത്ത് എന്റെ അപ്പൻ നിർത്തിയതിന് ശേഷമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അപ്പൻ നിർത്തിയത് എന്ന് പറഞ്ഞാൽ നീ ആദ്യം ഇത് എവിടെ പോയി നിർത്തണം? നിന്റെ വീട്ടിൽ പോയി നിർത്തണം എന്ന് പറഞ്ഞ പോലെ യേശു ആദ്യം തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് എവിടേക്കാണ്? സ്വന്തം ഭവനത്തിലേക്കാണ്, സ്വന്തം ജനതയുടെ ഇടയിലേക്കാണ്, സ്വന്തം ജാതിയുടെ ഇടയിലേക്കാണ് കർത്താവ് അയച്ചത്. എന്നാൽ ഈ ശമര്യക്കാരെ നമുക്കറിയാം, ശമര്യക്കാര് പൂർണ്ണമായും യഹൂദന്മാരല്ല, പൂർണ്ണമായും ജാതികളുമല്ല. ശമര്യക്കാരുടെ ഉത്ഭവം നമുക്കറിയാമല്ലോ, അറിയാമോ? അതായത് ശലോമോന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നറിയപ്പെട്ടു.
ശലോമോന്റെ മകനായിരിക്കുന്ന രഹബയാമിന്റെ കൂടെ 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഗോത്രങ്ങളാണ് യഹൂദ്യ എന്നറിയപ്പെട്ടത്. യഹൂദ്യയുടെ തലസ്ഥാനം യെരുശലേം. എന്നാൽ ഇസ്രായേലിന്റെ തലസ്ഥാനം, വടക്കേ രാജ്യമാണ് ഇസ്രായേൽ, തെക്കേ രാജ്യമാണ് യഹൂദ്യ. ഇങ്ങനെയൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ ആവൂ. ഞാൻ എപ്പോഴും ഞാൻ കേരളത്തെ വെച്ചുകൊണ്ട് പറയാം. കേരളത്തെ വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കേരളത്തെ വെച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാം, നമ്മുടെ തൃശ്ശൂരിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് വടക്കോട്ട് വടക്കേ രാജ്യം അഥവാ ഇസ്രായേൽ എന്ന് പറയാം. എറണാകുളത്തിന് തെക്കോട്ട് കോട്ടയോ തിരുവനന്തപുരം ഒക്കെ വരുമ്പോൾ തെക്കേ രാജ്യം, അതാണ് യഹൂദ്യ. വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനം ശമരിയ. തെക്കേ രാജ്യത്തിന്റെ തലസ്ഥാനം യെരുശലേം. മനസ്സിലായോ? ഇനി ഈ വടക്കേ രാജ്യമാണ് അശൂര്യർ വന്ന് ആദ്യം ആക്രമിച്ചത്. നമ്മുടെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ അവസാനമൊക്കെ വായിക്കുമ്പോൾ അതാ കാണുന്നത്. വടക്കേ 24-ാമത്തെ അധ്യായമൊക്കെ വരുമ്പോഴേക്കും അശൂർ രാജാവ് വന്ന് ആക്രമിച്ച് ഇസ്രായേലിനെ തകർത്തു, അഥവാ വടക്കേ രാജ്യത്തെ തകർത്തു കളഞ്ഞു. അങ്ങനെ വടക്കേ രാജ്യത്തെ തകർത്തു. വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമായ ശമര്യയിൽ അവിടെ നിന്ന് ഒരുപാട് ഇസ്രായേൽക്കാരെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവിടെ ജാതികളിൽ നിന്നുള്ള കുറെ പേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജാതികളും ഇസ്രായേൽക്കാരും കൂടെ ഒരുമിച്ച് വിവാഹമൊക്കെ കഴിച്ച് അവർക്കുണ്ടായ മക്കൾ ഇസ്രായേൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ജാതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഒരു സങ്കരവർഗമായിട്ട് അവർ മാറ്റപ്പെട്ടു ശമര്യ പട്ടണത്തിൽ. എന്നാൽ ഈ ക്യാപിറ്റൽ സിറ്റിയായ തലസ്ഥാനമായ ശമര്യ ഒഴികെ അതിന്റെ തന്നെ വടക്ക് ഭാഗത്തുള്ള ആളുകളൊക്കെ, ഗലീല പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ അവർ ഇസ്രായേൽക്കാർ തന്നെയായിരുന്നു. കാരണം അത് ഉൾപ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. അവിടെയൊന്നും അശൂര്യർ വന്ന് താമസിച്ചില്ല. അപ്പൊ അവര് പൂർണ്ണമായും യഹൂദ പാരമ്പര്യത്തിൽ തന്നെ നിന്നു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ നിന്നു. പക്ഷെ ഈ ശമര്യ പട്ടണത്തിലുള്ള കുറെ പേര് എന്ത് ചെയ്തു? ജാതികളുമായി ഇടകലർന്നു. തെക്കേ രാജ്യമായ യഹൂദിയെ നെബുക്കദ്നേസർ വന്ന് ആക്രമിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന് അവരിങ്ങനെ ഗോത്രമായിട്ടൊക്കെ കണക്കെടുത്തു കഴിഞ്ഞപ്പോ ശമര്യക്കാരെ ഇവർക്ക് മനസ്സിലായി, ഇവർ കറക്റ്റ് ആയിട്ട് നമ്മുടെ പാരമ്പര്യം സൂക്ഷിച്ചിട്ടില്ല. അവര് ജാതികളോട് ഇടകലർന്നു. അവൻ വിവാഹം കഴിച്ചത് പലരും യഹൂദന്മാരെ അല്ല, അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ അല്ല. അപ്പൊ എന്ത് ചെയ്തു? ആ ശമര്യക്കാരെ അശുദ്ധരെന്നെണ്ണി അവരുമായിട്ട് തൊടാൻ പാടില്ല എന്നുള്ളൊരു ധാരണ. അതുകൊണ്ടാണ് ശമര്യക്കാരി സ്ത്രീയോട് യേശു വെള്ളം ചോദിച്ചപ്പോ ശമര്യക്കാരി സ്ത്രീ പറഞ്ഞ എന്നാ, ഒരു യഹൂദനായ നീ എന്നോട് വെള്ളം ചോദിക്കുന്നെന്താ, കുടിക്കാൻ ചോദിക്കുന്നെന്താ? മനസ്സിലായോ? ഈ ശമര്യക്കാര് അവര് യെരുശലേമിൽ ആരാധിക്കാൻ വരില്ല. അവരാരാധിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഗെരീസീം എന്ന് പറയുന്ന ഒരു മലയിലാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നുണ്ട്, ഈ ശമര്യ സ്ത്രീ ചോദിക്കുന്നുണ്ട്, എവിടെയാ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഈ മലയിലാണോ ആ മലയിലാണോ? കർത്താവ് പറഞ്ഞു ആ മലയിലും അല്ല. ഏതാ മല? ഗെരീസീം. ഈ മല അല്ലെ, ആ മല യെരുശലേം, ഈ മല ഗെരീസീം. കാരണം ഈ ശമര്യക്കാർ പോകുന്ന മല ഗെരീസീം. അതിനൊക്കെ അർത്ഥമുണ്ട്, മനസ്സിലായോ? ആ മല ഈ മല ചുമ്മാ പ്രാസത്തിന് പറഞ്ഞല്ല. ആ മല എന്ന് പറഞ്ഞാൽ യെരുശലേം, ശമര്യക്കാരോട് പറയുമ്പോ ഈ മല എന്ന് പറയുമ്പോ ഗെരീസീം മലയിലും അല്ല. പിന്നെ എങ്ങനെയാ? സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വന്നുവരിക്കുന്നു. അപ്പോ ഈ ശമര്യക്കാരുമായിട്ട് അവരെ എങ്ങനെ കണക്കൂട്ടിയിരുന്നത്? അവരൊരു സങ്കരവർഗം, അവർ പൂർണ്ണമായും യഹൂദ പാരമ്പര്യത്തിൽ നിലനിന്നില്ല എന്നുള്ളത് കൊണ്ട് ആദ്യം ആരോടാ? അവരെ വിട്ടാരെ, ഞങ്ങള് പാവം വിട്ടുകളാം. അപ്പൊ ശമര്യക്കാര് എന്ത് ചെയ്തു? ഒരു പൂർണ്ണമായും ഒരു യഹൂദ പാരമ്പര്യം ഉണ്ടെന്ന് വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് ആദ്യം അവരെന്ത് ചെയ്തത്? ഒന്ന് അവരോട് പറയണ്ട, ആദ്യം ആരോട് പറയാ? വീട്ടിൽ പ്രസംഗിക്കാനായിട്ട് കർത്താവ് വരമേൽപ്പിച്ചു വിട്ടത്. ഈ ശമര്യക്കാർ അവരുടെ വിശ്വാസത്തിന്റെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു, അവര് ആരാധിച്ച ഏത് മലയില? ഗെരീസീം എന്ന് പറയുന്ന ഒരു മലയിലാണ്. ഇസ്രായേൽക്കാരെല്ലാം, യഹൂദന്മാരെല്ലാം യെരുശലേം മലയിൽ പോയി പ്രാർത്ഥിക്കുമ്പോ ഇവരേത് മലയിൽ പോകും? ഗെരീസീം മലയിൽ പോകും. അവരുടെ ഒരു വ്യത്യാസമാണ്, അവർ ഈ പ്രവാചകന്മാരെ ഒന്നും അംഗീകരിച്ചിരുന്നില്ല.
കാരണം അവരുടെ അടുത്ത് ഒരു പ്രവാചകനും ചെന്നിട്ടില്ല. പ്രവാചകന്മാരുടെ കാലഘട്ടം ആയപ്പോഴേക്കും അവര് ജാതികളുമായി ഇടകലർന്നു. പ്രവാചകന്മാരുടെ ശുശ്രൂഷ യഹൂദ്യയിലും ഗലീല പ്രദേശങ്ങളിലുമായിരുന്നു. അവര് അതുകൊണ്ട് ആദ്യത്തെ 5 പുസ്തകങ്ങൾ, മോശയുടെ 5 പുസ്തകങ്ങൾ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പെന്റാറ്റുക്, പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമാണ് അവര് വിശ്വസിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞു, ഇത്രയും വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും നമുക്ക് ആ ഒരു ശമരിയക്കാരെ മനസ്സിലാക്കണമെങ്കിൽ അത് വേണം. അപ്പോ യഹൂദന്മാരുടെ അടുക്കൽ മാത്രം എന്ത് ചെയ്യാവുള്ളൂ? പ്രസംഗിക്കാം. അത് പറഞ്ഞപ്പോ 6ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു വാക്ക് ഉപയോഗിച്ചു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുകയും. ആരുടെ അടുക്കല? ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾ. ഏതാണ് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾ? 9ാം അധ്യായത്തിന്റെ 36ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്യവരുമായി കണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഗൃഹത്തിലെ ആടുകളൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി. അവരുടെ അടുക്കലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കടന്നു ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം. അതുകൊണ്ടാണ് യെശയ്യാവ് 53:6 നമ്മൾ വായിക്കുന്നുണ്ട്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും ആ വാക്കുകൾ ശ്രദ്ധിച്ചോ? യെശയ്യാവ് 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ പേർ ചുമത്തി. യിരെമ്യാവ് 50:6 എന്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു. ദൈവജനത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്, എന്റെ ജനം എന്ത് ചെയ്തു? കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ അടുക്കലേക്കാണ് കർത്താവ് ഈ ദൗത്യവുമായിട്ട് അവരെ അയച്ചത്. ഇനി നമുക്ക് തിരിച്ച് മത്തായി 10ാം അധ്യായത്തിലേക്ക് തന്നെ വരാം. അവിടെ 7ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കണ്ടത്? 7ാം വാക്യത്തിൽ അവരെന്താ പ്രസംഗിക്കേണ്ടത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുന്നു. എന്താണ് അവരുടെ പ്രസംഗ വിഷയം? The kingdom of God is at hand. സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിക്കുന്നതിന്റെ കാരണം തന്നെ. അപ്പൊ പ്രസംഗിക്കുമ്പോൾ എന്ത് രാജ്യമാണ് വരുന്നത്? യഹൂദന്മാര് മാത്രം ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് വരാം. അവർ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? അതൊരു ചോദ്യം അല്ലേ? ദൈവരാജ്യം വന്നു, ദൈവം രാജാവായിട്ടുള്ള ഒരു രാജ്യം സ്ഥാപിക്കപ്പെടും. അവരിലൂടെ ജാതികളിലേക്ക് ദൈവരാജ്യം ഇറങ്ങിച്ചെല്ലും. അതാണ് അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മത്തായി 10ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ചില അടയാളങ്ങൾ കൊടുക്കുകയാണ്. ഇവർ പ്രസംഗിക്കാൻ പോവുക അല്ലെ? നമ്മളിപ്പോ റോഡ് സൈഡിൽ നിന്ന് എന്തോരം ആൾക്കാർ പ്രസംഗിക്കും, നമ്മളെല്ലാം മൈൻഡ് ചെയ്യാറുണ്ട്. ഓ, എന്താ മൈൻഡ് ചെയ്യാത്തതിന്റെ കാര്യം? ഇത് പ്രസംഗം. പക്ഷെ ഇവരെ കർത്താവ് അയച്ചപ്പോ എങ്ങനെ അയച്ചെന്നറിയാമോ? 8ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഒരാൾക്ക് അവരെ നിന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ത് ചെയ്താലേ നമ്മള്? ഓ, ആള് തിങ്ങും അല്ലേ? കവലയിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുമ്പോ ഇതും കൂടെ നടന്ന രോഗികൾ സൗഖ്യമാകുകയും മരിച്ചവരെയൊക്കെ കൊണ്ടുവരുന്ന ഉടനെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിന്റെ അർത്ഥം ഇയാൾ പ്രസംഗിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അതായത് ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന ഒരു മുദ്രയാണ് ഈ അത്ഭുതങ്ങൾ പറയാവുന്നത്. ചില ആൾക്കാർ പറയും, എന്നാ പിന്നെ നിങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കുക. അങ്ങ് അതിനു വേണ്ടിയല്ല സൗഖ്യം.
എല്ലാവരെയും സൗഖ്യമാക്കാനല്ല സൗഖ്യദായക ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചത്. പിന്നെയോ അവരുടെ ശുശ്രൂഷയുടെ അടയാളമായിട്ടാണ് ഇവര് പ്രസംഗിക്കുന്നത്. ദൈവം അനോയിന്റ് ചെയ്തിട്ട് ദൈവം അയച്ചിട്ടാണെന്നുള്ളതിന്റെ ഒരു മുദ്രയാണ്. അങ്ങനെ പ്രസംഗിച്ചാൽ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അല്ലേ, സമീപിച്ചിരിക്കുന്നത് ഘോഷിപ്പീൻ. തൊട്ടടുത്ത് പറയുകയാണ് രോഗികളെ സൗഖ്യമാക്കുക. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചല്ലോ അല്ലേ, കർത്താവ് എത്രയോ രോഗികളെ സൗഖ്യമാക്കി. പക്ഷേ കർത്താവ് മരിച്ചതിന് ശേഷം ഇവിടെ രോഗികളില്ലാതെ പോയോ? പിറവിയിലെ മുടന്തനായ ഒരാള് യെരൂശലേം ദൈവാലയത്തിൽ സുന്ദരമെന്ന ദൈവാലയത്തിന്റെ ഗോപുരവാതിൽക്കൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ യേശു ദൈവാലയത്തിൽ പോയപ്പോൾ ആളെവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടാവും. കർത്താവ് നടന്ന് ഇവിടെയുള്ള എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞോ? കർത്താവ് പറഞ്ഞില്ല. കാരണം ഒരിക്കലും സൗഖ്യദായ ശുശ്രൂഷ സൗഖ്യത്തിന് വേണ്ടിയല്ല, നേരെ മറിച്ച് വചന ശുശ്രൂഷയുടെ ആധികാരികത തെളിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിലൊക്കെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു തന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അത്ഭുതം അടയാളം എന്തിനു വേണ്ടിയാണ്? വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ ഈ യേശുവിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ ഉള്ളടക്കം എന്ന് പറയുന്നത് ദ സ്കോപ്പ് ഓഫ് ദെയർ മിഷൻ, ശുശ്രൂഷയുടെ വ്യാപ്തിയാണ്. അത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പ്രസംഗിക്കാനാണ് ആദ്യം കർത്താവ് അവരെ ഏൽപ്പിച്ചത്. ഇസ്രായേലിലെ ചിതറിപ്പോയ ആടുകളുടെ ഇടയിലേക്ക്, അഥവാ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അതിനകത്ത് അവര് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കണം. ആ പ്രസംഗത്തിന് ഉറപ്പ് കൊടുക്കാനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. 2, ഇവരിങ്ങനെ ശുശ്രൂഷയായിട്ട് പോവുകയാണ്. പോകുമ്പോൾ ചിന്തിക്കാൻ സാധ്യത, അയ്യോ ഞങ്ങൾക്ക് വിശക്കില്ലേ, ഞങ്ങൾക്ക് വല്ലതും കഴിക്കണ്ടേ, വസ്ത്രം ധരിക്കണ്ടേ? ഈ ഒരു ചിന്തയെ കർത്താവ് അഡ്രസ് ചെയ്യുകയാണ്. നോക്കിയാട്ടെ 9ഉം 10ഉം വാക്യങ്ങൾ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും, രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ല. അവിടെ ആ വാക്യത്തെ നമ്മളൊന്ന് ശരിക്കും വായിക്കണം. രണ്ടുടുപ്പും 2 ചെരുപ്പും 2 വടിയുമെന്നാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതായത് അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ 2 എന്നുള്ളത് ഉടുപ്പിന് മുമ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മനസ്സിലായോ? എന്താണ് ഇവിടുത്തെ ആശയം? ഇവിടുത്തെ ആശയം, നിങ്ങൾ പണം ഉണ്ടാക്കി എന്റെ മിഷൻ, എന്റെ വേല ചെയ്യാൻ നിങ്ങൾ പോകണ്ട. അതാ പറഞ്ഞത്, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്താ വിചാരിക്കുന്നത് അറിയാം, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോ എന്ത് ചെയ്യണം, എന്റെ ചെലവിനുള്ളത് കൊണ്ട് ഞാൻ പോകണമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനല്ല, കർത്താവ് പറയാൽപ്പിക്കുകയാണ്, നിങ്ങൾ പണമൊക്കെ ഉണ്ടാക്കി വെച്ച് സ്വന്തം പണം കൊണ്ട് ചെയ്യാമല്ലോ എന്നോർത്ത് ആരും പോകാൻ നിൽക്കണ്ട. റിജക്ട് സെക്യൂരിറ്റി, നിങ്ങളുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വലിയ പൊക്കണം എടുക്കരുത്, വെയിറ്റുമായിട്ട് പോകരുത്. അങ്ങനെ പോയ ആ പോക്ക് വളരെ സ്ലോ ആയിരിക്കും അല്ലേ? വാസ്തവത്തിൽ ഇത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വേഗത്തിൽ ചെയ്യണം. അതിന് ഒത്തിരി ലഗേജുമായിട്ട് പോയാലോ സമയമെടുക്കും അല്ലേ? ഞങ്ങളിപ്പോ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ 2 വണ്ടിയിലാണ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് അറിയാമോ? ലഗേജ് കൂടിപ്പോയി. സെൽഫ് ട്രോളാണ്. ലഗേജ് കൂടുതൽ. കാരണം 10 കൊല്ലം ഒരേ വീട്ടിൽ തന്നെ താമസിച്ചപ്പോ നമുക്ക് കുറേശ്ശെ അങ്ങനെ മാറാനൊന്നും ഒരു ഉദ്ദേശം ഇല്ലാതിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് ധാരാളം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായി, അയ്യോ ഇതെങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, കാരണം ലഗേജ് കൂടുതൽ. അപ്പൊ നമ്മുടെ വേഗത കുറയും. മനസ്സിലായി? കർത്താവ് തന്റെ വേല ചെയ്യാൻ ഭരമേൽപ്പിച്ചപ്പോ നിങ്ങൾ വലിയ പൊക്കണം എടുത്തുകൊണ്ട് പോകരുതെന്നാണ് പറഞ്ഞത്. കാര്യം എന്താ? അത് നിങ്ങളുടെ വേഗതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാണ്. അതിന്റെ അർത്ഥം ഇവിടെ ചെരുപ്പ് വേണ്ടാന്നോ ഉടുപ്പ് വേണ്ടാന്നോ വടി വേണ്ടാന്നോ അല്ല. ഒരു യഹൂദൻ നടക്കാൻ പോകുമ്പോൾ ഒരു വടി എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും. കാരണം ഈ കുന്നും മലകളും ഒക്കെ ഉള്ള
സ്ഥലങ്ങളിലൂടെയാണ് നടക്കുന്നത്. അവരുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണ് ഒരു വടി കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലേ? 30 വയസ്സിലുള്ള യേശു പലപ്പോഴും ഒരു വടി കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, അല്ലേ? അയ്യോ, നടക്കാൻ മേലാണ്ട് പ്രായമായതാണ്, അല്ല. അതാ യഹൂദ ജീവിത രീതിയുടെ ഒരു ഭാഗമാണ്. മനസ്സിലായി? അപ്പോ ഇവിടെ ഉടുപ്പ്, ചെരുപ്പ്, വടി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നിങ്ങൾ എക്സ്ട്രാ കരുതണ്ട. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തോളും? ദൈവം കരുതിക്കൊള്ളും. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായത് എന്ത് ചെയ്യും? ദൈവം നിങ്ങൾക്ക് കരുതിക്കൊള്ളും. ഇതാണ് അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം. അത് പുതിയ നിയമസഭയിലും ആപ്ലിക്കബിൾ ആണ്. 1 തിമോത്തിയോസ് 5 17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നുണ്ടല്ലോ. ഇവിടെ വേലക്കാരനെ കുറിച്ച് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോഴും ഇതേ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ്. കാരണം അതേ വാക്യമുള്ള ഒന്നല്ലേ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിച്ച് പറയാം. കാരണം കൊരിന്ത്യയിലെ സഭ പൗലോസിനെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്തു. ഈ 9-ാം അധ്യായം തുടങ്ങുന്ന എങ്ങനെയാണ്? അതിന് പൗലോസ് ആരാ ചോദിക്കുക. അതുകൊണ്ടാണ് ഈ കൊരിന്ത്യയിൽ താമസിച്ചപ്പോ മാത്രം പൗലോസ് കൂടാരപ്പണി ചെയ്തു. സുവിശേഷ വേല തന്റെ ഉപജീവനത്തിനുള്ളത് താൻ തന്നെ അധ്വാനിച്ച് കണ്ടെത്തി. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. കൊരിന്തില് അവർക്ക് പൗലോസിനെ ചോദ്യം ചെയ്തു. പൗലോസിന് കഴിക്കാനുള്ള ഞങ്ങൾ കൊടുക്കണമെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ കൊരിന്തിലെ സഭയില് അവിടെ പ്രവർത്തിച്ച അത്രയും കാലം പൗലോസ് എന്ത് ചെയ്തു? സ്വന്തമായി കൂടാരപ്പണി ചെയ്തു, ആഹാരത്തിനുള്ള വക സമ്പാദിക്കുക. അല്ലാത്തപ്പോഴൊക്കെ പൗലോസ് സഭയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പൗലോസ് തെളിവ് പറയുകയാണ്. വളരെ വിശദമായിട്ട് പൗലോസ് അവിടെ എന്തുകൊണ്ട് വേണം എന്നുള്ളതിന് പറയുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? അതിന്റെ അർത്ഥം ആ പൗലോസിനോട് ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു എന്നല്ല, പക്ഷേ സഭയിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് കഴിക്കാൻ അധികാരമില്ലയോ? അതുകൊണ്ട് താഴേക്ക് വരുമ്പോ 7-ാം വാക്യം നോക്കിയേ. ഞാൻ ചില വാക്യങ്ങൾ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തു, ഒത്തിരി ആകാതിരിക്കാൻ വേണ്ടി കേട്ടോ. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. 4 മുതൽ 12 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ മതി. 15 വരെയുള്ള വാക്യം, 4 മുതൽ 15 വരെ പൗലോസ് പറയുകയാണ്. 7-ാം വാക്യം, സ്വന്തം ചെലവിന്മേൽ 1 കൊരിന്ത്യർ 9:7 സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആര്? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആര്? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആര്? 9-ാം വാക്യം, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ, ആവർത്തന പുസ്തകം 24-ാം അധ്യായമാണ്, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയാണോ ഇത് പറഞ്ഞത്? അല്ല. പിന്നെ ആർക്ക് വേണ്ടി? അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അത്രേ. ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? അതാണ് വലിയ കാര്യം. ആത്മീയമായത് വിതയ്ക്കുക, ഇത് ഭയങ്കര പ്രധാനമാണ്. ആത്മീയമായിട്ട് വിതയ്ക്കാതെ കൊയ്യാൻ കാര്യം വിചാരിക്കരുത്, അത് ഒരു വലിയ പ്രശ്നമാണ്, അല്ലേ? പക്ഷെ വിതച്ചാൽ എന്ത് ചെയ്യാം? ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ? 14-15 വാക്യോടെ ഞാൻ പറഞ്ഞ് അതങ്ങ് വിടുകയാണ്. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല കേട്ടോ. പൗലോസ് തന്റെ കാര്യം പറയും, ഞാൻ എന്ത് ചെയ്തില്ല? പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. കാരണം ഈ കാര്യത്തിൽ പൗലോസിന് പ്രശംസയുണ്ട് കൊരിന്തില്. ആ കാര്യത്തിൽ പൗലോസിനെ ആരും കൊരിന്തില് ചോദ്യം ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വേളഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷ അറിയിക്കാൻ വേണ്ടി ഇവര് അയക്കുമ്പോ കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കാര്യം ദൈവം നോക്കും, നിങ്ങളുടെ ഉപജീവനത്തിനുള്ളത് ദൈവം കരുതിക്കൊള്ളും എന്നാണ് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. ഇനി വീണ്ടും 11 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരാം. 11-12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവരിങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ
അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർക്കും. ഈ യോഗ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? കാശുള്ളവനെന്നാണോ? അല്ല. ഇവര് പറയാൻ പോകുന്നത് എന്താ? ദൈവരാജ്യം പ്രസംഗിക്കാൻ പോകും. ദൈവരാജ്യം പ്രസംഗിക്കാൻ പോകുമ്പോ സമ്പന്നൻ എന്ന അർത്ഥത്തിലോ വലിയ കിടക്കാൻ ഒരു മുറി കൂടുതലുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതുകൊണ്ട് അതിന് ചേരുന്ന രീതിയിൽ യോഗ്യനായ ഒരാളുടെ അടുക്കൽ ചെന്ന് വേണം എന്ത് ചെയ്യാൻ. നമ്മൾ തെറ്റിദ്ധരിക്കരുത് പണക്കാരന്റെ വീട്ടിൽ പോയി താമസിക്കാനാ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ പോയി താമസിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലല്ല, സൗകര്യം നോക്കിയല്ല. നേരെ മറിച്ച് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തെയാണ്. അതുകൊണ്ട് അതിന് യോഗ്യമായി ജീവിക്കുന്ന ഒരുവന്റെ അടുക്കലായിരിക്കണം നിങ്ങൾ ചെല്ലുമ്പോൾ താമസിക്കേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല 13 മുതലുള്ള വാക്യം, 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം ചെല്ലുകയും. 13-ാം വാക്യം, വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ഇതെന്താ കാര്യം? നിങ്ങൾ ചെല്ലുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സമാധാനം എന്ന് പറയാനാണ് അവിടെ പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഒരാളെ കാണുമ്പോൾ ഷാലോ സമാധാനം എന്നാണോ പറയണ്ടേ? ചിലർ ഇതിനെ ലിറ്ററലി കോപ്പി അടിച്ചിട്ട് ആരെ കണ്ടാലും പ്രൈസറോടോ അല്ലെ ഹല്ലേലൂയാന്നോ ദൈവത്തിന് സ്തോത്രമെന്നോ ദൈവത്തിന് സ്തുതിയെന്നോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ഷാലോ എന്ന് തന്നെ പറയണമെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവ് അവിടെ പഠിപ്പിച്ചത് ആ കാലഘട്ടത്തിലെ ആ സമൂഹത്തിലെ ഒരു ഗ്രീറ്റിംഗ് ആണ് കേട്ടോ, സമാധാനം. പൗലോസ് ലേഖനം എഴുതുമ്പോഴൊക്കെ റോമിലുള്ള നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഞാൻ എന്താ കാര്യം സമാധാനം മാത്രം പറയാന്? സമാധാനം യഹൂദന്റെ രീതിയാണ്, കൃപ എന്നുള്ളത് ജാതികളോടുള്ളതാണ്. സഭ എന്ന് പറയുമ്പോൾ യഹൂദനും ജാതിയും കൂടി ഒരുമിച്ച് വന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് കൃപയും സമാധാനം എന്ന് പറഞ്ഞത്. അപ്പോ ആ കാലഘട്ടത്തിൽ ഒരു വന്ദനം പറഞ്ഞേ ഉള്ളൂ. സഹോദര സുഖമാണോ എന്ന് ചോദിക്കുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രീറ്റിംഗ് അല്ലേ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, പ്രൈസ് ദ ലോർഡ്, എന്തോ ആയിക്കോട്ടെ, അതിനെ അവർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ്. ഇനി അതിനെ നിങ്ങൾ പ്രസംഗിക്കുന്നതിനെ ആ വീട്ടുകാർ കൈക്കൊണ്ടില്ലെങ്കിലോ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പ്രസംഗിക്കുമ്പോൾ അവരത് ഉൾക്കൊണ്ടില്ലെങ്കിലോ, അവിടെ പറയുകയാണ്, ആരെങ്കിലും 14-ാം വാക്യം, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീം. അതെന്തിനാ? അതെന്തിനാ? അത് യഹൂദന്മാരുടെ ഒരു ശൈലിയാണ്. യഹൂദന്മാര്, ഞാൻ അതിലേക്ക് വരാം. 15-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 15-ാമത്തെ വാക്യം പൊടി തട്ടിക്കളയിലേക്ക് ഞാൻ വരാം. 15-ാം വാക്യത്തിൽ പറയുകയാണ്, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗൊമോറയുടെയും ദേശത്തിന് സഹിക്കാൻ കഴിയുന്നതാകും, അല്ലെ സഹിക്കാൻ കഴിയാത്തതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പൊ ഇവിടെ ഒരു ന്യായവിധിയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? അല്ല, പൊടി തട്ടിക്കളയുന്ന ന്യായവിധി അല്ല, അവർക്ക് ന്യായവിധി വരുമെന്നാ പറഞ്ഞത് അല്ലെ? അതായത് അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഈ പൊടി തട്ടിക്കളയുക. അതിനൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം, അവിടെ 50-51 വാക്യങ്ങളിൽ യഹൂദന്മാർ എന്ത് ചെയ്യുന്നറിയാവോ? ഈ പൗലോസൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ
തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. എപ്പോഴാ ഇത്? അന്ന് യേശു പറഞ്ഞപ്പോ പൗലോസൊന്നും ഈ കൂട്ടത്തിലില്ല, ഈ 12 പേരുടെ കൂട്ടത്തിൽ പൗലോസ് ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? ആ സന്ദേശം പൗലോസിനും കിട്ടി. പൗലോസ് എന്ത് ചെയ്യാണ്? പ്രസംഗിച്ചു. യഹൂദന്മാര് വിശ്വസിച്ചില്ല. പൗലോസ് പൊടി തട്ടിക്കളഞ്ഞേച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി. 18-ാം അധ്യായത്തിൽ ഇത് തന്നെ കാണാം. 18-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. അവിടെയും ശീലാസും തിമോത്തിയോസും മക്കെദോന്യയിൽ നിന്ന് വന്നാല് പൗലോസ് വചനഘോഷത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. കണ്ടോ, ആ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? എന്റെ ഉത്തരവാദിത്വം ഇവിടെ തീർന്നു. എന്റെ ഉത്തരവാദിത്വം തീർന്നു. നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ഇല്ലേ, പീലാത്തോസ് പറഞ്ഞോണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ യഹൂദന്മാർ, ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. യഹൂദന്മാർ ഈ ജാതികളുടെ അതിരിലൂടെ പോയാൽ അവരുടെ ചെരുപ്പിലെ പൊടി ആ അതിരിൽ തട്ടിക്കളയും. അതായത് ജാതികളുടെ പൊടി കൊണ്ട് പോലും തങ്ങൾ മലിനരാകരുത് എന്നായിരുന്നു യഹൂദന്റെ പ്രയോഗം. പക്ഷെ ഇവിടെ പൗലോസ് ചെയ്തപ്പോൾ എനിക്കിനി ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല, നിങ്ങൾ തന്നെ ഉത്തരവാദിത്വം. അതാണ് അവിടുത്തെ ആശയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വരുന്ന ന്യായവിധി നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. ഏതൊക്കെയാണ്? ദ സ്കോപ്പ് ഓഫ് ദെയർ മിഷൻ, 2 ദ പ്രൊവിഷൻസ് ഓഫ് ദെയർ മിഷൻ. അവരുടെ വേലയ്ക്ക് ആവശ്യമുള്ളത് കർത്താവ് കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കരുതും? ആഹാരം കരുതും, വസ്ത്രം കരുതും, താമസിക്കാനുള്ള വീട് കരുതും. അല്ലേ? നിങ്ങളൊരു വീട്ടിൽ ചെന്ന് സമാധാനം പറയുമ്പോൾ അവർ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം വസിക്കും. ഈ 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒന്ന് എടുത്ത് എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഞാൻ ഇപ്പോഴാ വാക്യം ഓർത്തത്. 10-ാം അധ്യായം 41 മുതലുള്ള വാക്യം, 40 മുതൽ. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം കിട്ടും. ഈ ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തനെ ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകയില്ല. ഈ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും സുവിശേഷം പറയാൻ വന്നാലേ നമ്മൾ അവരെ ആട്ടി ഓടിക്കുകയല്ല വേണ്ട, പിന്നെ എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണം. പക്ഷെ നമ്മള് നമ്മുടെ സാമൂഹിക പശ്ചാത്തലം വെച്ച് വളരെ ഓടിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലം ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊണ്ടാൽ നീതിമാന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മളെ വലിയ പ്രവാചകനല്ലായിരിക്കും, നീതിമാനല്ലായിരിക്കും, പക്ഷെ ആ പ്രവാചകനെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ അവനുള്ള പ്രതിഫലത്തിൽ നമുക്കും ഒരു പങ്കുണ്ടെന്ന് അതിന്റെ അർത്ഥം. അവസാനം പറയുക, എളിയവരിൽ ഒരുത്തൻ ശിഷ്യൻ എന്ന് വെച്ച് ഒന്നുമല്ലേ ഈ മനുഷ്യൻ കർത്താവിന്റെ ഒരു ശിഷ്യനാണല്ലോ എന്നോർത്ത് കൈക്കൊണ്ടാൽ എന്ത് കിട്ടും? ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്ത പ്രതിഫലമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് നമുക്ക് ഒരിക്കലും ഒരു ഗ്ലാസ് വെള്ളം തരിക, ഞാൻ പറയും വളരെ നന്ദി എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ജോലി ചേച്ചി പറയും, ഒരു ഗ്ലാസ് വെള്ളം തന്നതിന് എന്തിനാ ഇത്രയും നന്ദി? അല്ലേ? എന്തിനാ ഇത്രയും നന്ദി? നമ്മള് മനുഷ്യന്റെ ഭാഷയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാൽ നിസാരം. പക്ഷെ സ്വർഗം അതിന് കണക്ക് വയ്ക്കും. സ്വർഗത്തിന് നമ്മളോട് നന്ദി ഉണ്ടാകുന്ന അതിന്റെ അർത്ഥം. സ്വർഗത്തിന് നമ്മളോട് നന്ദി ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഗ്ലാസ് വെള്ളം ഒരു ദൈവദാസന് കൊടുത്താൽ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രാക്ടീസ് ആക്കണം. ഹോസ്പിറ്റാലിറ്റി ഇത് പുതിയ നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കലാണ്. അതിഥി സൽക്കാരം മറക്കരുത്. എല്ലാ ലേഖനങ്ങളുടെയും അവസാന ഭാഗത്ത് വരുന്ന ഒരു വാക്ക് അല്ലേ? ഒരു ദൈവദാസനെ സ്വീകരിക്കാൻ
ദൈവദാസനെ നല്ല ഒരു വിശ്വാസിയെ, ഒരു സഹോദരനെ. ദൈവവചനത്തിൽ അതിന് ഒത്തിരി പഠിപ്പിക്കലുണ്ട്. എബ്രായ ലേഖനത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണത്, അല്ലേ? അബ്രഹാം ആളെ അറിയാതെ വീട്ടിൽ സ്വീകരിച്ചു. ഇയാൾ ആരായിരുന്നു? ദൈവം തന്നെയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കലാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോ ഒന്ന്, ദ സ്കോപ്പ് ഓഫ് ദെയർ മിഷൻ. രണ്ട്, ദ പ്രൊവിഷൻസ് ഫോർ ദെയർ മിഷൻ. അവരുടെ ശുശ്രൂഷയുടെ വ്യാപ്തി. രണ്ട്, അവരുടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള കരുതൽ. മൂന്ന്, അവരുടെ ശുശ്രൂഷയിലെ എതിർപ്പുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ. ദ പെരിൽസ് ഓഫ് ദെയർ മിഷൻ. 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. നോക്കിയാട്ടെ, 16-ാം വാക്യം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നാമനിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യം ആയിരിക്കും. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ശിഷ്യന്മാരെ ഈ ദൗത്യത്തിന് വേണ്ടി അയക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താ? നിങ്ങൾക്ക് നല്ല സുഖമായിരിക്കും, ഞാൻ കരുതാമെന്ന് പറഞ്ഞല്ലോ, അല്ലേ? ഞാൻ കരുതിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒന്നും പേടിക്കണ്ട. അങ്ങനെയാണോ? അതാ പറയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. ഈ വാക്കിന്റെ അർത്ഥം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും ഈ വാക്യം എടുത്ത് ദൈവസഭയിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അല്ലേ? ഈ ദൗത്യത്തിൽ എതിർപ്പുകൾ വരുമെന്നാണ് ഇതിന്റെ അർത്ഥം. കർത്താവ് ഒരുവനെ അയച്ചാൽ പിന്നെ ഭൂമത്തെയാണെന്നൊരർത്ഥം അതിനില്ല. അത് ബൈബിളിന്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പോസ്തല പ്രവർത്തികളിൽ ഇച്ചിരി നമ്മൾ വായിച്ചുള്ളൂ, അല്ലേ? പൗലോസും ശീലാസും തിമോത്തിയോസും ഒക്കെ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഭയങ്കര എതിർപ്പാണ് വന്നത്. ഒരുപാട് വെല്ലുവിളികളാണ് അവരെ നേരിട്ടത്. പക്ഷെ അവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് കർത്താവ് ഈ വേദഭാഗത്ത് പഠിപ്പിക്കുന്നത്. അവിടെ പറയുകയാണ്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ. പാമ്പിന്റെ ബുദ്ധി എങ്ങനാ? ആ, പാമ്പ് ബുദ്ധിപരമായി ചതിച്ച ആളാണ്. അത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. രണ്ട്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരാകും. ഇവിടെ ഈ ബുദ്ധി എന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? പാമ്പിന്റെ ബുദ്ധി, കണ്ണിങ്നെസ് എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് അർത്ഥമാണല്ലോ. കണ്ണിങ്നെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ അർത്ഥത്തിലല്ല. ബുദ്ധി എന്ന് പറയുമ്പോ പാമ്പിന്റെ ബുദ്ധി എന്താ? പാമ്പിന്റെ ബുദ്ധി അനാവശ്യമായ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുന്നതാണ് പാമ്പിന്റെ ബുദ്ധി. നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ പാമ്പ് എപ്പോഴാണ് നമ്മളെ ആക്രമിക്കുന്നത്? നമ്മൾ പാമ്പിന് ഭീഷണിയാണെന്ന് തോന്നുമ്പോഴാണ്, അല്ലേ? അതായത് പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പാമ്പ് ആരെ കടിക്കാമെന്ന് നോക്കി കിടക്കുകയല്ല. മനസ്സിലായോ? പാമ്പിന്റെ ബുദ്ധി. രണ്ട്, പ്രാവിന്റെ നിഷ്കളങ്ക. അത് ഞാൻ വിശദീകരിക്കാം അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത്. അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ വിശദീകരിക്കുന്നു, അതെങ്ങനെയാണ് ആ പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അവിടെ ആ ബുദ്ധി എന്നുള്ളതിന് ദ ഡിസൈപ്പിൾസ് വെയർ ടു ബി ബോത്ത് പ്രൂഡന്റ് ആൻഡ് ഇന്നസെന്റ് ടുവേർഡ് ഒബ്ജക്ട്സ് ഓഫ് ദെയർ മിനിസ്റ്റർ. അവരെ എതിർക്കുന്നവരോട്, നിങ്ങളെ എതിർക്കുന്നവരോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നിങ്ങൾ പ്രതികരിക്കേണ്ടത് പാമ്പിന്റെ ബുദ്ധിയോടും പ്രാവിന്റെ നിഷ്കളങ്കതയോടും. ഈ പാമ്പിന്റെ അല്ലെങ്കിൽ കണ്ണിങ്നെസ് എന്ന വാക്കിന് അകത്ത് ആ അർത്ഥം വന്നാൽ പ്രാവിന്റെ നിഷ്കളങ്കത ചേരുമോ? ചേരില്ല. അവിടെ പാമ്പിന്റെ ബുദ്ധി ഉള്ളപ്പോൾ തന്നെ എന്തു വേണം? പ്രാവിന്റെ നിഷ്കളങ്കത. അതിന്റെ അർത്ഥം ഇതാണ്: പ്രായോഗിക പരിജ്ഞാനം, പ്രാക്ടിക്കൽ വിസ്ഡം ആൻഡ് ബിഹേവിയറൽ ഇന്നസെൻസ്. പ്രായോഗിക പരിജ്ഞാനം വേണം. ഇന്ന സ്ഥലത്ത് പോയാൽ നല്ല അടി കിട്ടും സുവിശേഷം പറയാൻ പോയാൽ,
എന്നാ ചെന്ന് കയറി കൊടുക്കാമെന്നുള്ളത് പ്രായോഗിക ബുദ്ധിയല്ല അല്ലെ. അവിടെ ചെന്ന് അവർ വാ തുറക്കാൻ സമ്മതിക്കില്ല, എന്നാ പിന്നെ നേരിട്ട് ചെല്ലാമെന്നുള്ളത് പാമ്പിന്റെ ബുദ്ധിയല്ല. അവിടെയാണ് പ്രായോഗിക ജ്ഞാനം ആവശ്യമായിട്ടുള്ളത്. പ്രായോഗിക ജ്ഞാനം കരിയിലയുടെ ഇടയിൽ പതുങ്ങിക്കിടക്കുന്ന അതൊരു ജ്ഞാനമാണ് അല്ലേ. അത് പാമ്പ് ഇങ്ങനെ ഹൈവേ കൂടെ നെഞ്ചു പിരിച്ചല്ലല്ലോ പോകുന്നു, സൈഡ് വഴി ആരും കാണാതെ. ഹൈവേ കൂടെ അല്ലേ, അത് അതിന്റെ ഒരു ട്രാക്ക് അതിന് ഉണ്ടാവും. ആരെ കണ്ണിപ്പെടാതിരിക്കുക എന്നൊക്കെയുള്ളത് അതിന്റെ ഉദ്ദേശം അല്ലേ. കണ്ണിപ്പെടാതിരിക്കുക. കണ്ണിപ്പെട്ടാലോ വിട്ടുപോകും. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ വരുന്നുണ്ട്. എന്താ അതിന്റെ പ്രാക്ടിക്കാലിറ്റി എന്ന് ഞാൻ പറയാം. എന്തിനു വേണ്ടി ആ ടാക്ടിക്സ് കർത്താവ് കൊടുത്തത്? പാമ്പിന്റെ ബുദ്ധിയും പ്രാവിന്റെ നിഷ്കള ഇത് രണ്ടും കൂടെ ചേരുമ്പോ ദൈവരാജ്യം വേഗത്തിൽ പരക്കണം. ദൈവരാജ്യം വേഗത്തിൽ പരക്കണം. അതിനു വേണ്ടിയാണ് ഒരേ സമയം പാമ്പിന്റെ ബുദ്ധിയും മറുവശത്ത് പ്രാവിന്റെ നിഷ്കളങ്കതയും. ഇനി എവിടെ നിന്നൊക്കെയാണ് എതിർപ്പ് വരുന്നത്? ഒന്ന്, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 17-ാമത്തെ വാക്യം. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കും. ഫോൾസ് റിലീജിയൻസ്, തെറ്റായ മതവിശ്വാസങ്ങൾ എന്ത് ചെയ്യും? ഒന്നാമതായി നിങ്ങളെ പീഡിപ്പിക്കും. നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച്, അതായത് ആ മതങ്ങളുടെ പള്ളികളിൽ വെച്ചെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ആലയങ്ങളിൽ വെച്ച്, ക്ഷേത്രത്തിൽ വെച്ചെന്നോ അല്ലെങ്കിൽ പള്ളികളിൽ വെച്ച്, എവിടെ അവരാരാധിക്കുന്ന സ്ഥലത്ത് ചമ്പട്ടി കൊണ്ട് അടിക്കുകയും. അത് ആ കാലഘട്ടത്തിലെ നിയമമായിരുന്നു കേട്ടോ. കാരണം മതകോടതികളാണ്. യഹൂദന്മാർക്കും ഉണ്ടല്ലോ സന്നിധിയും സംഘം പോലെയുള്ള മതകോടതികളെ വെച്ചോണ്ടാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഫോൾസ് റിലീജിയൻസ്. 2, അവിടെ നമ്മൾ വായിക്കുന്നു, എന്റെ നിമിത്തം നാടുവാഴികൾക്ക്, 18-ാമത്തെ വാക്യം, രാജാക്കന്മാർക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും. അപ്പൊ അടുത്ത നിങ്ങൾ എതിർപ്പ് നേരിടാൻ പോകുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റിൽ നിന്നാണ്. ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും. 3, അടുത്തതായിട്ട് എതിർപ്പ് എവിടെ നിന്നാണെന്നറിയാമോ? 21-ാമത്തെ വാക്യം നോക്കി. 21-ാം വാക്യം, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കുകയും അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എതിർപ്പ്. അപ്പോ മതങ്ങളിൽ നിന്ന് എതിർപ്പ് വരും, ഗവൺമെന്റിൽ നിന്ന് എതിർപ്പ് വരും, സ്വന്തം വീട്ടിൽ നിന്ന് എതിർപ്പ് വരും. പിന്നെ 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പാലിക്കും. അപ്പൊ ഒഴിവുണ്ടോ എവിടെന്നെങ്കിലും? 4 മേഖലകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയും എല്ലാവരും. അപ്പൊ ഈ കർത്താവ് ദൗത്യമേൽപ്പിച്ച് വിട്ടാൽ അതിന് വെല്ലുവിളികൾ വരും എന്നുള്ളതിന്റെ കൃത്യമായ വ്യക്തമായ സൂചനകളാണ് കർത്താവ് ഇവിടെ തരുന്നത്. എന്നാൽ ഈ എതിർപ്പുകൾ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത്, പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് ഒന്ന് നോക്കാം. അതേ വേദഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. 1, 18-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണ്ടേ? എങ്ങനെ പ്രതികരിക്കണ്ടേ? നമ്മുടെ സാക്ഷ്യം പറയണമെന്ന് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അയ്യോ ഇനി ഞാൻ മേലാ മിണ്ടൂലേ എന്ന് പറയാനല്ല കർത്താവ് അവിടെ കൊണ്ടുപോയത്. പൗലോസിന്റെ ജീവിതം നോക്കിയേ. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് പൗലോസ് എന്നാ പറഞ്ഞേ? പ്രസംഗിക്കുക. ഫെലിക്സിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. പൗലോസ് എന്നാ പറഞ്ഞേ? അയ്യോ ഇനി ഞാൻ മേലെ ആവർത്തിക്കില്ലെന്നല്ല, പിന്നെയോ ധൈര്യത്തോടെ പ്രസംഗിക്കുക. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ രാജാവ് പറയുക, നീ എന്നെ അല്പം കൊണ്ടും അധികം കൊണ്ടും ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുന്നു. വിസ്തരിക്കാൻ വേണ്ടി വിളിച്ച രാജാവിന്റെ മുമ്പിൽ സുവിശേഷം പറഞ്ഞപ്പോ രാജാവ് പറയാ, ഇത് കേട്ടിട്ട് എനിക്ക് ക്രിസ്ത്യാനിയാവാൻ നിർബന്ധം തോന്നുന്നു. അതിനാ കർത്താവ് നമ്മളെ അവിടെയൊക്കെ കൊണ്ടുപോകുന്നത്. നമ്മളല്ലെങ്കിൽ ആരെയും സുവിശേഷം പറയാൻ രാജാക്കന്മാരുടെ മുമ്പിൽ ചെല്ലുമോ? അല്ലെങ്കിൽ നമ്മൾ ന്യായാധിപന്റെ മുമ്പിൽ ചെന്ന് സുവിശേഷം പറയാൻ അവസരം കിട്ടുമോ? നമുക്ക് ഇല്ല. അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് പോകേണ്ട സ്ഥലമാണ്, നമുക്ക് കിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടും?
നിന്നെ പിടിച്ചോണ്ട് പോയി അവിടെ നിർത്തും. എന്നിട്ട് പറയും ഇനി പറയാൻ പറയും. അപ്പൊ സുവിശേഷം പറയണം, നിന്റെ സാക്ഷ്യം പറയണം. ഇതാണ് ദൈവം തരുന്ന അവസരം. ഇതിനെ നമ്മൾ ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്പർച്യൂണിറ്റി ടു ടെസ്റ്റിഫൈ ഇൻ ടെൻസ് സിറ്റുവേഷൻസ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ നാം എന്ത് ചെയ്യണം? നമുക്കൊരു അവസരമായിട്ട് അതിനെ കാണണം. 2, അതേ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന എന്നാണെന്നറിയാമോ? 19, 20 വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്. എന്താണ്? അവിടെ ചെന്ന് നിൽക്കുമ്പോ എങ്ങനെ പറയുമെന്ന് പേടിക്കണ്ട. 19-ാം വാക്യം, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അയ്യോ രാജാവിന്റെ മുമ്പിൽ എങ്ങനെ പറയും? ന്യായാധിപ സഭയുടെ മുമ്പിൽ എങ്ങനെ സാക്ഷ്യം പറയും? ഭയപ്പെടേണ്ട, എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയാനുള്ളത് നിങ്ങളുടെ വായിൽ തരും. എങ്ങനാ? 20-ാം വാക്യത്തിൽ പറയുകയാണ്, പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്തെ, പരിശുദ്ധാത്മാവ് മറുപടി പറയാൻ നിങ്ങളെ ശക്തീകരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രോമിസ് ഓഫ് എംപവർമെന്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. 3, 23-ാം വാക്യം പറയുക, 22-ാം വാക്യം പറയുകയാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എത്ര നാൾ പിടിച്ചു നിൽക്കണം? എത്ര നാൾ പിടിച്ചു നിൽക്കണം? നമ്മുടെ അവസാനം വരെ പിടിച്ചു നിൽക്കണം. 6 മാസം പിടിച്ചു നോക്കി, രക്ഷയില്ല, എന്നാ പിന്നെ ഇനി സോറി പറയാവുന്നല്ല. അവസാനത്തോളം കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷ്യം പറയാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. 23-ാമത്തെ വാക്യത്തിൽ എന്ത് പറയുന്നതറിയാം? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പാമ്പിന്റെ ബുദ്ധി. 23-ാം വാക്യം, എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ബുദ്ധി കാണിക്കണം. എന്താ ബുദ്ധി? ഞാൻ ഇവിടെ നിൽക്കുക ഉള്ളതല്ല, പിന്നെ എന്ത് ചെയ്യണം? അടുത്ത പട്ടണത്തിൽ ചെന്ന് ഇത് പ്രസംഗിച്ചു വേണം. അതാ പൗലോസ് പൊടി തട്ടിക്കളഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോയത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത പട്ടണത്തിൽ ഇത് പ്രസംഗിക്കാനായിട്ട് പോകണം. അതാണ് ബുദ്ധി. അനാവശ്യമായ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക. പക്ഷെ ഇത്രയും ബുദ്ധി കാണിച്ചിട്ടും പൗലോസ് എന്ത് ചെയ്തു? പലപ്പോഴും മരിക്കാറായിട്ടുണ്ടല്ലേ. പക്ഷെ മരണം വരെയും വിശ്വസ്തയോടെ നിന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന വെല്ലുവിളി ഇതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ നാളെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? സാക്ഷ്യം പറയാനുള്ള അവസരമായിട്ട് കാണണം. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പ്രസംഗിക്കാനുള്ള അവസരമായി കാണണം. എങ്ങനെയോ എന്ത് പറയണ്ടു, എനിക്ക് വലിയ വാക്ചാതുര്യമൊന്നും ഇല്ല എന്ന് വിഷമിക്കേണ്ട. ഗോഡ് വിൽ സ്ട്രെങ്തൻ യു. പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കും. 3, അവസാനം വരെ പിടിച്ചു നിൽക്കണം. അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനം ഇത് ഇവിടെ പറയുന്ന രക്ഷ നിത്യരക്ഷയെ കുറിച്ച് തന്നെയാണ്. കാരണം വിശ്വാസം തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് കർത്താവ് തള്ളി പറഞ്ഞു അല്ല, തള്ളി പറഞ്ഞില്ലല്ലോ. അതായത് അവൻ അവസാനത്തോളം വിശ്വാസത്തിൽ നിന്നാണ്. 23-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ എന്ത് ചെയ്യുക? അത് സ്ട്രാറ്റജി ഉപയോഗിക്കുക. എന്ത് ചെയ്യുക? ഒരു പട്ടണത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വേലയിൽ ഇതെല്ലാം ആപ്ലിക്കബിൾ അല്ലേ? ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. കർത്താവ് നമ്മെ ഏൽപ്പിച്ചു. അതിനകത്തും വെല്ലുവിളികൾ വരും, എതിർപ്പുകൾ വരും, ഭീഷണികൾ വരും. എന്നാൽ മടുത്തു പോകാനല്ല, അവസാനത്തോടെ സഹിച്ചു നിൽക്കും. അവസാനത്തോടെ സാക്ഷ്യം പറയാൻ, കർത്താവ് ഞാനൊരു പാപിയായിരുന്നു, കർത്താവ് എന്നെ തന്റെ സ്നേഹത്താൽ രക്ഷിച്ചു, എന്റെ പാപത്തെ നീക്കി പുതിയ ജീവന്റെ നിത്യജീവന്റെ അനുഭവം എനിക്ക് തന്നു, നിത്യജീവന്റെ അവകാശിയാക്കി എന്നെ മാറ്റി. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, ദൈവസ്ഥല ശിരസ്സുകളെ നമിക്കാം. ഹല്ലേലൂയ. പോകേണ്ടി വരുമ്പോൾ സഞ്ചിയും പൊക്കണം ഒന്നും എടുക്കണ്ട, കർത്താവ് കരുതിക്കോളും.
ആ കരുതാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവാണ് നമുക്കുള്ളത്. അതെന്റെ ജീവിതത്തിന്റെ അനുഭവം കൂടെയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒരു പൊക്കണവും കയ്യിലുണ്ടായിരുന്നില്ല, ഒരു വടിയും കയ്യിലുണ്ടായിരുന്നില്ല, ഒന്നും സ്പെയർ ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവ് അത്ഭുതകരമായി കരുതി, കർത്താവ് അത്ഭുതകരമായി സൂക്ഷിച്ചു. ഹല്ലേലൂയ. കരുതാമെന്ന് വാക്ക് പറഞ്ഞവൻ സാരെഫാത്തിലെ വിധവയുടെ മാവ് തീർന്നു പോകാതെ, കെരീത്ത് തോട്ടിലെ വെള്ളം കൊണ്ട്, കാക്കയെ കൊണ്ട്, അപ്പവും ഇറച്ചിയും കൊണ്ട് പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. തോട്ടിലെ വെള്ളം വറ്റിയാലും വറ്റാത്തൊരു സ്വർഗത്തിന്റെ നീരുറവ നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനിടയാകട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ കേട്ടതായിരിക്കുന്ന ക്ലാസ്സുകൾ, ദൈവവചനം മറ്റുള്ളവർക്കുമായി പങ്കുവെച്ചു കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.